കാലം പോയൊരു പോക്കേ. എൻ്റെ പുത്രൻ ഇന്ന് പനി പിടിച്ചിവിടെ ഇരുന്നപ്പോൾ അവന് പെട്ടെന്ന് എങ്ങൊന്നും ഇല്ലാണ്ട് ഹോട്ട് ഡോഗ് കഴിക്കാൻ ആഗ്രഹമാണത്രേ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അങ്ങനെ ഞാൻ നേരെ ബ്ലിങ്കിറ്റിൽ കയറി അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കിയപ്പോൾ ഈ ബൺ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് മാവും കുറച്ച് ഈസ്റ്റും പാലും മുട്ടയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു 45 മിനിറ്റ്സിൽ നമ്മൾ ഈ സംഭവം റെഡിയാക്കി എടുത്തു. പക്ഷേ എപ്പോഴും നമ്മൾ ബൺ ഉണ്ടാക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ ഇത് റൈസ് ചെയ്യാൻ വെക്കണം. കുറച്ചധികം നേരം നമ്മളൊരു നീഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 1 ഹവറെങ്കിലും വെച്ചാലാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. നമ്മുടെ ബൺ അത്രയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായേനെ കേട്ടോ. പിന്നെ കുറച്ച് സോസേജ് ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് കുറച്ച് സോൾട്ടും പെപ്പറും പിന്നെ മിക്സ്ഡ് ഹെർബ്സും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ബട്ടറിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അതായത് നമ്മുടെ ബണ്ണ് അത്ര കുഴപ്പമൊന്നുമില്ല, കണ്ടോ, അത്യാവശ്യം സോഫ്റ്റാണ്. പിന്നൊന്നുമില്ല, സംഭവം കട്ട് ചെയ്യുക, അതിനകത്തേക്ക് മസ്റ്റർഡ് സോസ് വയ്ക്കുക, അതിന് ശേഷം നമുക്ക് ഈ ഒരു സോസേജും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ നമ്മുടെ ഹോട്ട് ഡോഗ് റെഡി. അങ്ങനെ ഫസ്റ്റ് തന്നെ ശരത്തിന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. ശരത്തിന് അത്യാവശ്യം ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്തായാലും ഇത്തവണ ഇത് ബേക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് വന്നു കേട്ടോ. എന്തായാലും വീണ്ടും ഞാൻ ട്രൈ ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പം ഞാൻ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്തായാലും ഇത്തവണ സാരംഗ് ഹാപ്പിയായി, അതുപോലെ തന്നെ ഞാനും.